ഇതിനപ്പുറം എന്ത് പറയാനാണ്? അള്ളാഹു എന്തെല്ലാം വസ്തുക്കളുടെ ഉടമസ്ഥനാണോ അതിന് മുഴുവനും സബബും റഹ്മത്തുമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കവാടത്തിൽ മദീനയിൽ പോയിട്ട് കരഞ്ഞിട്ട് കിട്ടുന്ന ഫളിലും അള്ളാഹിൻ്റെ ദുനിയാവിൽ എവിടെ കിട്ടാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ആ സ്ഥലം ദുനിയാവിൽ ഏറ്റവും പരിശുദ്ധ സ്ഥലമാണെന്ന് ജുംഹൂർ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. മക്കയാണോ മദീനയാണോ ശ്രേഷ്ഠത? ചെറിയ ഇഖ്തിലാഫുകളുണ്ട്. ചില മദീനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചില മക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിതർക്കിതമായൊരു വിഷയമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വലാത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് സ്വർഗത്തെക്കാളും പരിശുദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതിലാർക്കും സംശയമില്ല. അത്രയും ഭാഗം കിടക്കുന്ന ഭാഗം, ടച്ച് ചെയ്ത് കിടക്കുന്ന ഭാഗം, എന്താണ് ആ ഭൂമിയുടെ തൗഫീഖ്! ഈ നബിതങ്ങളെ പരിചയമില്ലാത്തൊന്നുമില്ല. കരഞ്ഞിട്ടില്ല ഈന്തപ്പന ഓല മടൽ കരഞ്ഞില്ല മനുഷ്യന്മാരെ. നമ്മുടെ കൽബിൽ അനക്കല്ല. എത്രയോ നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹ് ഹദീസല്ലേ, എത്രയോ നാൾ ഖുതുബ ഓതിയ മിമ്പർ, ഈന്തപ്പന മടൽ വെച്ചുണ്ടാക്കിയ മിമ്പർ, ഒരു അൻസാരി പെണ്ണ് കുറച്ച് തടിയൊക്കെ കൊടുത്തു വഖഫ് ചെയ്തു, പള്ളിയിലേക്ക് വഖഫ് ചെയ്തു. ഒരു പുതിയ മെമ്പർ ഉണ്ടാക്കാൻ ശ്രമം ഉണ്ടാക്കി. അപ്പോൾ പഴയ സാധനമൊക്കെ വലിച്ച് കുറച്ച് മാറ്റിയിട്ടു. കയറുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ മെമ്പർ ഉദ്ഘാടനത്തിന്. ഭയങ്കര കരച്ചിൽ, ഹനീനൻ എന്നാണ് പറയുന്നത്, തേങ്ങിക്കരച്ചിൽ. ഒരു ശബ്ദം കേൾക്കുകയാണ്. വെറും കരച്ചിലല്ല. ഈ വെറും കരച്ചിലും ഏങ്ങലടിച്ചുള്ള കരച്ചിലും തമ്മിൽ ഒരുപാട് അർത്ഥ വ്യത്യാസമുണ്ട്. ഈ ഏങ്ങലടിച്ചുള്ള കരച്ചിലെന്ന് പറഞ്ഞാൽ സങ്കടത്തിൽ നിന്ന് വരുന്നതാണ്. വെറുതെ ഒരു കരച്ചിലെന്ന് പറഞ്ഞാൽ അതങ്ങനെ വരും, അതല്ല. ഇത് തേങ്ങി കരയാണ്. കൃത്യമായ ഹദീസിൽ കാണോ, ഏങ്ങലടിച്ച് കരയാണ്. എല്ലാവരും കേട്ടു. ആ മോജിസത്തിന് സഹാബികൾ സാക്ഷിയാണ്. എല്ലാ മോജിസത്തിനും സഹാബികൾ സാക്ഷിയാവൂല, ഹബീബായ നബി നമ്മൾ പറയലാണ്. പക്ഷേ ഈ മോജിസത്തിന് ഒരു കൂട്ടം സഹാബികൾ സാക്ഷിയാണ്, അന്ന് പള്ളിയിലുണ്ടായിരുന്നവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ തേങ്ങിക്കരച്ചിൽ കേട്ടു സഹാബികളും. ഹബീബായ നബി തങ്ങൾ നോക്കാൻ എവിടെയാണ്, ആരാണ് കരയുന്നത്? ആ പഴയ ഈന്തപ്പന മടലുകളാണ്. പഴയ ഈന്തപ്പന മടലുകൾ കിടന്ന് നിലവിളിക്കുകയാണ്. ഇറങ്ങിച്ചെന്നു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തു പറ്റി? കണ്ടോ, മനുഷ്യന്മാരോട് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളത്, മനുഷ്യന്മാർക്ക് മാത്രമല്ല റസൂലുള്ളാഹിനോട് മഹബത്തുള്ളത്. പ്രപഞ്ചം മുഴുവനും ഹബീബിനെ അറിയാനും ഹബീബിനെ സ്നേഹിക്കാനും ഹബീബിനെ സലാത്ത് സലാമു ചൊല്ലാനും വൽ വഹ്ശു വൽ അശ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസല്ലംന ബഅദ തശഹുദി യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറയുന്നത് പച്ച ഈന്തപ്പന മടലല്ല, ഉണങ്ങിയ വർഷങ്ങൾ പഴക്കമുള്ള, നാളുകൾ പഴക്കമുള്ള മടലിങ്ങനെ കരഞ്ഞിട്ട് ഹബീബിനോട് പറയാട് യാ റസൂലല്ലാഹ്, അവിടുത്തെ പരിശുദ്ധമായ പാദം ഇത്രയും നാൾ ഊന്നി നിന്നത് ഞങ്ങളുടെ മേലാണല്ലോ. എത്ര സന്തോഷമായിരുന്നു, എത്ര റാഹത്തായിരുന്നു, എത്ര നിഅമത്തായിരുന്നു ഞങ്ങൾക്ക് റബ്ബ് തന്നത്. ഇപ്പം അത് എടുത്തു മാറ്റിയപ്പോൾ സഹിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളോട് അപ്പോൾ നമ്മുടെ കൽബിൽ വെളിച്ചവും സ്നേഹവും ഇല്ലെങ്കിൽ എങ്ങനെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും? ആകെയുള്ള തുറുപ്പ് ചീട്ട് ഒന്ന് മാത്രമാണ്. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ആ പ്രകാശം എന്ന് നമ്മുടെ അരമനയുടെ അകത്തളത്തിൽ നിന്നും കെട്ടുപോയോ, അതിൻ്റെ ഒളി മങ്ങിപ്പോയോ, നമ്മുടെ വീട്ടിൽ കുടുംബകലഹം തുടങ്ങി, നമ്മുടെ മക്കളെങ്ങനെ പിടിച്ചു പോകാൻ തുടങ്ങി, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി, വീട്ടിൽ കിടന്നിട്ട് രോഗം മാറുന്നില്ല, പ്രയാസങ്ങൾ മാറുന്നില്ല, 10-15 മക്കളും 2 റൂമും, കഴിക്കാനൊന്നുമില്ല, ഉടുക്കാനൊന്നും
ഒന്നുമില്ല. പക്ഷേ വീട്ടിൽ സ്വലാത്ത് ചെല്ലുന്നത് മുടക്കമില്ലായിരുന്നു. അന്ന് അല്ലലില്ല, അലട്ടലില്ല, ആവലാതിയില്ല, തമ്മിൽ തല്ലില്ല, കുടുംബ കോടതികൾ ആളുകൾ കയറാറില്ല. അതാ മഹലിൻ്റെ മേശപ്പുറങ്ങളിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് അപ്പുറത്ത് അതാ ഭർത്താവിൻ്റെ കുടുംബക്കാരും ഇപ്പുറത്ത് പെണ്ണിൻ്റെ കുടുംബക്കാരും ചെളിവാരി എറിയുന്ന ഏർപ്പാടില്ല. എല്ലാം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെട്ടിരുന്നു. ഇന്ന് നമ്മുടെ വീടുകളിൽ സ്വലാത്ത് ചെല്ലുന്ന മക്കളെവിടെ? സ്വലാത്ത് ചെല്ലുന്ന മക്കളെവിടെ? അതുകൊണ്ട് തിരിച്ചു പിടിക്കാനും പഠിക്കാൻ ചില പാഠങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിലൊന്ന് പ്രതിഷ്ഠിക്കണം, ഒന്ന് അനുഭവിക്കണം. അതിന് മനസ്സ് മദീനത്തേക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പച്ചക്കുബ്ബൊന്ന് കയറ്റി വിടണം. എന്തെല്ലാം ദൃശ്യങ്ങളാണ് ഒരു ദിവസം നമ്മുടെ കൽബിലൂടെ വരുന്നത്. ഏതാണ്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് 23,000 സംതിങ് ചിന്തകൾ ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ വരികയാണ്. അവിടെ പച്ചക്കുബ്ബ മിന്നിമറഞ്ഞത് എത്ര തവണയാണ്? ഹബീബിൻ്റെ ഓർമ്മകളുള്ളത് എത്ര തവണയാണ്? മദീനത്തൊന്ന് പോകണമല്ലോ, അവിടെ പോയി നിന്നൊന്ന് പൊട്ടിക്കരയണമല്ലോ. എത്ര ആളുകൾ ചിന്തിക്കുന്നു നമ്മുടെ ആകെ സത്ത സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹാബിഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സഹാബിയായിരുന്നു. വെറും ഒരു മുഅദ്ദിനല്ല, മദീനത്തെ ഒരു മുഅദ്ദിൻ മാത്രമല്ല, മസ്ജിദുൻ നബവിയിലെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലെ അത്യുത്തമമായ സ്ഥാനമുള്ളൊരു മുഅദ്ദിൻ മാത്രമല്ല, വലിയ ആശിഖായിരുന്നു ബിലാൽ റളിയല്ലാഹു തആല അൻഹു. വലിയ ആശിഖായിരുന്നു. ബഹുമാനപ്പെട്ട ഒരു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം സിറിയയുടെ ഭാഗത്ത്, ഡമാസ്കസിൻ്റെ ഭാഗത്ത് താമസം മാറി. അവിടെ കഴിഞ്ഞു. കല്യാണമൊക്കെ അവിടെ തന്നെ കഴിച്ച് അങ്ങനെ കഴിയുന്നില്ല. മദീനയിൽ നിൽക്കാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് കഴിയുന്നില്ല, പിടിച്ചിട്ട് പറ്റുന്നില്ല, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? സ്ഥലം മാറി. അതാണ് കണ്ടോ, ഇഷ്ടക്കേട് കൊണ്ട് പോകുന്നവരും ഇഷ്ടം കൊണ്ട് പോകുന്നവരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, രണ്ടുപേരും പുറത്താണ് പോയത്. ഇഷ്ടം കൊണ്ടുപോയി, മറ്റേതോ ഇഷ്ടമില്ല അവിടെ നിൽക്കാൻ. ഞാൻ മുനാഫിക്ക് പോയതുപോലെ നിങ്ങൾക്ക് കാണാം. റൗളയുടെ മുമ്പിൽ ഈ നിഫാക്കുള്ളവരുടെ പിന്മുറക്കാരെ എപ്പോഴും കാണാം. അവിടെ ഒരു സ്വലാത്ത് ഇല്ലാന്നെങ്കിൽ ഇപ്പോഴും ചില ആളുകൾ ചൂടാവും. റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞാൽ ഇപ്പോഴും ബേജാറ് വരുന്ന അറബികളുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അള്ളാഹു ഹബീബിനോട് മഹബത്ത് തരട്ടെ. ഇത് ഇഷ്ടം കൊണ്ട് പുറത്തു പോയതാണ്. ചിലരെ നാട്ടിലേക്ക് തന്നെ പോകില്ല. ആര്? പ്രത്യേകം ക്ലാസ്സാണ്, പോകേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പം ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചാൽ ചിലപ്പോൾ ഒന്ന് കറങ്ങി വരുമെന്നല്ലാതെ ഒരു പ്രാധാന്യവും ആ മണ്ണിന് കൊടുക്കാത്ത ദുരന്തങ്ങൾ ഇന്നും ലോകത്ത് ജീവിക്കുന്നുണ്ട്. പേര് മുസ്ലിമാണ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതിനേക്കാളും വലിയ ദുരന്തമില്ല. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാത്ത മദീനയിൽ നിൽക്കാൻ ആർക്ക് കഴിയുന്നില്ല? ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മനസ്സ് കിട്ടുന്നില്ല, മനസ്സ് തപിക്കുകയാണ്. പിടിച്ചിട്ട് നിവൃത്തിയില്ല, കിട്ടുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു താമസം മാറി. കുറേ നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം പാതിരാ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടി അങ്ങ് കരയുകയാണ്. ഭയങ്കര കരച്ചിൽ, ഏങ്ങലടിച്ച് കരയുകയാണ്. അപ്പോൾ ഭാര്യ ശബ്ദം കേട്ടുണർന്നു. ഭാര്യ ചോദിച്ചു, എന്താണ് അവിടുന്ന് കരയുന്നത്? എന്താണ് ഈ പാതിരാവിൽ എഴുന്നേറ്റിരുന്ന് കരയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു തങ്ങൾ പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. ഹബീബായ നബി തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. നബി തങ്ങൾ എന്നോട് ചോദിക്കുന്നു, മോനെ ബിലാലെ, എന്നെ അങ്ങ് മറന്നോ? എന്നോട് വെറുപ്പാണോ? എന്താണ് മദീനയിൽ വരാത്തത്? എന്താണ് മദീനയിൽ സിയാറത്ത് ചെയ്യാൻ വരാത്തത്? എന്നോട് ദേഷ്യമാണോ? എന്നോട് വെറുപ്പാണോ? എൻ്റെ ഹബീബ് എന്നോട് ചോദിച്ചു. എനിക്കത് സഹിക്കുന്നില്ല. അടുത്ത പ്രഭാതം കഴിയുമ്പോൾ തന്നെ മദീനത്ത് പോവുകയാണ്. മദീനത്ത് ബിലാൽ തങ്ങൾ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം കടന്നു വരുമ്പോൾ ഓരോ ചുവട്ടടികളും അതാ വേദനയോടെ വെക്കുകയാണ്. എൻ്റെ ഹബീബില്ലാത്ത മദീന, എൻ്റെ റസൂലില്ലാത്ത മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ അബൂബക്കർ തങ്ങളെ കാണുകയാണ്.
അബൂബക്കറുകളെ കണ്ടപ്പോൾ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അബൂബക്കറുകൾ ഒരാഗ്രഹം പറയുന്നു, ബിലാലേ, ഇവിടുത്തെ പഴയ മുഅദ്ദിനല്ലേ, റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ എത്ര മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമയാണ്, ഒന്ന് ബാങ്ക് കൊടുത്തൂടെ ബിലാലേ? എന്നെക്കൊണ്ടാവൂല, എന്തും ഞാൻ കേൾക്കാം, റസൂലുള്ള ഇല്ലാത്ത മദീനയിൽ എനിക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റൂല, എന്നെക്കൊണ്ടാവൂല. കരഞ്ഞുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ കണ്ടു. ബിലാൽ തങ്ങളെ കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. സംസാരമെല്ലാം കഴിഞ്ഞിട്ട് അവരങ്ങ് നിർബന്ധിക്കാൻ തുടങ്ങി. അല്ലയോ ബിലാൽ തങ്ങളെ, ഞങ്ങളുടെ ഉപ്പാപ്പ ഉള്ള സമയത്ത് നിങ്ങൾ ബാങ്ക് കൊടുത്തിരുന്ന ആളല്ലേ, ഇപ്പോൾ അത് കേൾക്കാൻ ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമാണ്. മക്കളെ, അതുമാത്രം പറയല്ലേ, പറ്റൂല, കൊടുത്തേ പറ്റൂ. ഇങ്ങനെ തർക്കിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഓമനക്കിടാങ്ങൾ പറഞ്ഞാൽ പിന്നെ അതിനപ്പൊരു തർക്കമുണ്ടോ? ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സില്ലാ മനസ്സോടെ ബാങ്ക് കൊടുക്കാൻ ആ ഉയർന്ന സ്ഥലത്തേക്ക് കയറുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ ശബ്ദം മദീനയുടെ പരിസരങ്ങളിൽ ഓരോ കുടിലുകളിലും അങ്ങ് ചെല്ലുമ്പോൾ ഹബീബായ നബി തങ്ങളെക്കുറിച്ച് അവർക്ക് ഓർമ്മ വന്നുപോയി. റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ടോ? കാരണം അന്ന് കേട്ട ബാങ്ക് പിന്നെ കേൾക്കുന്നു. അതാ പണിയെടുത്തുകൊണ്ട്, അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങി ഓടുകയാണ്. റസൂലുള്ള തിരിച്ചു വന്നോ? റസൂലുള്ള തിരിച്ചു വന്നോ? അത് മഹബത്തിൻ്റെ ഭാഷയാണ്, അല്ലാതെ അറിയാത്തത് കൊണ്ടല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ള വഫാത്തായിട്ടില്ല, പറഞ്ഞാൽ കൊന്നുകളയും. അറിയാത്തത് കൊണ്ടല്ല, മനസ്സിലങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് മഹബത്തിൻ്റെ ഭാഷയാണ്. അതാ ആളുകളെല്ലാം ഓടിക്കൂടുകയാണ് മദീനയുടെ പരിസരത്തേക്ക്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്തത് പറയേണ്ടത് റസൂലുള്ളാഹിൻ്റെ പേരാണ്. ബിലാൽ കരയുകയാണ്, ബിലാലിൻ്റെ ചുണ്ട് വിതുമ്പുകയാണ്, ബിലാൽ തങ്ങളുടെ ഹൃദയം പെടപെടാ പെടക്കുകയാണ്. ഞാനിനി പറയേണ്ടത് റസൂലുള്ളാഹിയുടെ പേരാണ്. ഹബീബിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഞാൻ ബാങ്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ വിതുമ്പിക്കൊണ്ടങ്ങ് പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതങ്ങ് പറഞ്ഞു പൂർത്തിയാകുമ്പോഴേ കാളങ്ങ് ബോധം കെട്ടുപോയി. ഇതെന്ത് ലോകമാണ് മനുഷ്യന്മാരെ, ഇതെന്ത് അത്ഭുതമാണ് മനുഷ്യന്മാരെ. റസൂലുള്ളാഹി ഇല്ലാത്ത ലോകം എനിക്ക് വേണ്ട, എനിക്ക് കാണണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അള്ളാഹിനോട് ചോദിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞ സ്വഹാബികൾ, റസൂലുള്ളാഹി ഇല്ലാത്ത മണ്ണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ. അതേ മറ്റൊരു റിവായത്തിൽ കാണാം, കല്ലെടുത്ത് വെച്ച് ഇടിച്ചുകൊണ്ട് കണ്ണ് പൊട്ടിച്ചു കളഞ്ഞു എന്ന്. ഉഹദ് രണാങ്കണത്തിൽ റസൂലുള്ളാഹിൻ്റെ മുമ്പലിന് കേടുപറ്റിയല്ലോ. നമുക്കറിയാം ചരിത്രങ്ങൾ. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖറനി അവിടുന്ന് പല്ല് പൊട്ടിച്ച് കളഞ്ഞല്ലോ. റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടിട്ടില്ല, ഉമ്മാന് ഖിദ്മത്ത് ചെയ്യണം. പക്ഷേ ഹബീബിനോടുള്ള മഹബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തുള്ള റസൂലുള്ളാഹി അറിഞ്ഞു. ഉവൈസ് ബിൻ ആമിറിൻ്റെ മഹബത്ത് ഹബീബ് അറിഞ്ഞു. അതാണ് മഹബത്ത് എന്ന ചാനൽ, അതാണ് അത്ഭുതം ഈ മഹബത്തിൻ്റെത്. ഇപ്പോഴും റസൂലുള്ളാഹി അറിയും. ഇത് ഖിലാസ് ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഈ സദസ് നമ്മുടെ ഹബീബായ നബി തങ്ങൾക്കുള്ള പ്രണയപ്രസാദമാണ്. അള്ളാഹു അതിൽ ഉൾപ്പെടുത്തി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവർ, പല്ലങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. മുമ്പല്ല് പോയി അതാ പല്ല് പൊട്ടിയെന്നാണ് കേട്ടത്. പക്ഷെ ഏത് പല്ലാണെന്ന് തിരിയുന്നില്ല. നോക്കുമ്പോൾ എല്ലാ പല്ലുകളും പൊട്ടിച്ചു കളഞ്ഞു. എന്താണ് കാരണം? അതിലേത് കിതാബിൽ അങ്ങനെ പല്ല് പൊട്ടിക്കാൻ പറഞ്ഞു? അനുരാഗികളോട് തെളിവും പറഞ്ഞു കൊണ്ടുവരല്ലേ, നിയമങ്ങൾ പറഞ്ഞു കൊണ്ടുവരല്ലേ. അത് മഹബത്തിൻ്റെ ലോകമാണ്. അങ്ങനെ പല്ല് പൊട്ടിച്ചപ്പോൾ ദീനിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ പുറത്തുപോയോ? ഏതെങ്കിലും വലിയ കുറ്റം ചെയ്തെന്നാണോ റസൂലുള്ളാഹി പറഞ്ഞത്? ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട്, പൊട്ടിയ പല്ല് അറിയാത്തത് കൊണ്ട് എല്ലാ പല്ലുകളും അങ്ങ് ഇടിച്ച് പൊട്ടിക്കുകയാണ്. ആര്? ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു. ആ ഉവൈസ് തങ്ങളെ കുറിച്ച് ഹബീബ് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞില്ലേ, ഉവൈസിനെ എവിടെ വെച്ച് കണ്ടാലും അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? എൻ്റെ സലാം പറയണേ മോനെ, ഒന്ന് മുസാഫഹത്ത് ചെയ്യണേ മോനെ, നിന്റെ ദോഷം പൊറുപ്പിക്കാൻ വേണ്ടി ആ ഉവൈസ് ബിൻ ആമിറിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ. അല്ലോ, മഹബത്തിൻ്റെ പവർ. മഹബത്ത് കൂടുന്നതനുസരിച്ച് റസൂലുള്ളാഹിക്ക് പരിചയം കൂടും.
അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം എത്രമേൽ നമുക്കുണ്ടെങ്കിലും റസൂലുള്ള നമ്മളെ പരിഗണിച്ചതിൻ്റെ അത്രയും വരൂല. അത് മനസ്സിലാക്കണം. രണ്ട് കാര്യമുണ്ട്, ഞാൻ നിർത്തുക. ആര് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര സ്നേഹിച്ചാലും അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് അത്രയും വരൂല. ഒന്ന്. ആര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര ഇഷ്ടപ്പെട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിൻ്റെ പരിസരത്തെത്തൂല. അപ്പോൾ സ്നേഹിക്കാതിരിക്കുന്ന ഒരവസ്ഥ എത്ര? സ്നേഹിച്ചാൽ തന്നെ പരിസരത്തെത്തൂല. സ്നേഹിക്കാതിരുന്നവൻ്റെ അവസ്ഥയോ? നിസ്കരിച്ചാൽ തന്നെ പ്രശ്നമാണ്. നിസ്കരിച്ചാൽ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അത് വിവാദമാക്കണ്ട. ശ്രദ്ധിച്ച് നിസ്കരിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്ന് പറഞ്ഞു. അലസമായാൽ, ശ്രദ്ധ പോയാൽ, ഗൗരവം പോയാൽ, സമയത്തിൽ നിന്ന് ബന്ധിച്ചാൽ, ഖളായാൽ, അപ്പോൾ പിന്നെ നിസ്കരിക്കാത്തതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം മുഴുവനും സ്വലാത്തിൽ നടന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് നമുക്ക് വേണ്ടി ത്യാഗത്തിൻ്റെ പരിസരത്തെത്തൂല. എത്ര ത്യാഗമാണ്! ഞാൻ പറഞ്ഞല്ലോ, 360 ബിംബങ്ങളായിരുന്നു കായബയുടെ ഉള്ളിലും പുറത്തും കൂടെ ഏകദേശം കൂട്ടിയാൽ ഇങ്ങനെ വന്നിരിക്കും പരിസരത്ത്. ആര്? അബൂജഹലും തുബത്തും എല്ലാ ടീമുകളും ഭയങ്കര ടീമുകളാണ്. അവർ വലിയ ടീമുകളാണ്. അവർ വന്നിരിക്കും. പ്രബോധന സമയത്തിൻ്റെ ആദ്യഘട്ടം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുകയാണ്. എങ്ങോട്ട്? കായബയുടെ മുന്നിൽ. അബൂബക്കർ സിദ്ദീഖ്, ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണി കഴിപ്പിച്ച കായബ, ആ കായബയുടെ തിരുമുറ്റത്ത് വരുകയാണ്. നബിതങ്ങൾ ഇങ്ങനെ വളരെ സൗമ്യനായി. എന്തായിരിക്കും അവിടുത്തെ നടത്താം? നബിതങ്ങൾ ഒത്ത നീളമുള്ള ആളാണ്. കുറുകിയ ആളല്ല. എന്നാൽ പൊക്കം വലിയ ഹൈറ്റ് ഉണ്ട് എന്നാരും പറയില്ല. ഒത്ത നീളം. നബിതങ്ങൾ എത്ര നീളമുള്ള ആളുകളുടെ ഇടയിൽ നിന്നാലും നബിതങ്ങൾ തന്നെ ഇങ്ങനെ ഉയർന്നു നിൽക്കും. എത്ര മനോഹരമാണ് അവിടുത്തെ ശമായിൽ. അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് നടക്കുന്ന രീതി വരെ ശമായിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബലം കൊടുത്ത് എന്തോ ഒരു അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ടൊന്ന് ആയുന്നത് പോലെയാണ് നടക്കുന്നത്. വല്ലാത്ത അത്ഭുതമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമ്മളെപ്പോലെ അശ്രദ്ധമായിട്ട് നോക്കൂല. ഒറ്റ പോയിന്റിൽ അങ്ങ് നടക്കും. ആ പ്രകാശം പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മുറ്റത്തേക്കാണ് വരുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വട്ടം കൂടിപ്പോയി എന്നാരും പറയില്ല. എന്നാൽ നീളമാണോ? അതുമല്ല, വളരെ കൃത്യം. അൽ-ഇൻസാനുൽ കാമിൽ. പിരുകോ നല്ല ഇടതൂർന്ന പിരുകം. ചിരിച്ചാൽ, പുഞ്ചിരി തൂകുമ്പോൾ പല്ല് കണ്ടാൽ അതിനിടയിലൂടെ പ്രകാശം എങ്ങനെ വരുന്നതാണോ? അവിടുന്ന് തൊട്ട സുഗന്ധം മരണം വരെയും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാത്ത സ്വഹാബികളുടെ ഹദീസുകൾ വരുന്നുണ്ട്. ഒരു സഹാബി യുദ്ധത്തിൽ വെട്ടുകൊണ്ടു, കൈ മുറിഞ്ഞു. സ്വഹാബികളൊന്ന് പിടിക്കാമെന്ന് പറഞ്ഞു. വേണ്ട എന്നെ റസൂലുള്ളാഹി കൊണ്ടുപോകാൻ പറഞ്ഞു. കൈ വിട്ടുകൊണ്ട് കൊണ്ടുപോയി. തുപ്പുനീര് ഇപ്പം വെട്ടി റാഹത്തായി. അതല്ല സംഭവം. ഇതൊക്കെ കഴിഞ്ഞ്, യുദ്ധമെല്ലാം കഴിഞ്ഞു കുറേ നാളുകൾക്ക് ശേഷവും രാവിലെ പ്രഭാത സമയത്ത് ആ സഹാബിയുടെ പേര് ഞാൻ മറന്നുപോയി, ഓർമ്മയുണ്ടോ? ആ സഹാബിയുടെ വീട്ടിൻ്റെ മുന്നിൽ ആളുകൾ ക്യൂവാണ്. നിർത്തുക. ഈ സഹാബിയുടെ വീട്ടിൻ്റെ മുമ്പിൽ ആളുകൾ ക്യൂവാണ്. മർക്കസിൽ ഷൈറെ മുബാറക്ക് സ്പർശിച്ച വെള്ളം മാടിക്കാൻ നിൽക്കുന്ന പോലെ വലിയ ക്യൂവാണ്. എന്താണ് ക്യൂ എന്നറിയുവോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സഹാബി കതക തുറന്നു വരുമ്പോൾ ഫംദുദ് യമീനക്, കൈയൊന്ന് നീട്ടുമോനെ. റസൂലുള്ള തുപ്പൽ പുരട്ടിയ ആ ഭാഗം ചുംബിക്കാൻ വന്ന ക്യൂവാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും തുറന്നില്ല. ഈ സ്വഹാബി അവിടെ നിന്ന് താമസം മാറി കുറേ ദൂരെ പോയി. അവിടെ വരെ പ്രയാസപ്പെട്ട് സഞ്ചരിച്ചതെന്ന് ഹബീബായ നബി തങ്ങളുടെ തുപ്പല് പുരട്ടി ജോയിൻ്റായ അത്ഭുതമായ ആ കൈ ചുംബിക്കാൻ സ്വഹാബികൾ പോകുമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ കൊതി തീരുമോ? കേട്ടാൽ കൊതി തീരുമോ? മടിപ്പ് വരുമോ? മതിപ്പ് തീരുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ മുറ്റത്തുനിന്ന് വരുകയാണ്.
അപ്പം ഈ പായന്മാരൊക്കെ അവിടെയുണ്ട്. നബിതങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അതാ ചിരിക്കുന്നു, കളിയാക്കുന്നു, പരിഹസിക്കുന്നു, പുച്ഛം പറയുന്നു. നബിതങ്ങൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. നബിതങ്ങളാ വന്ന ശൈലിയിൽ തന്നെ വന്നു. ആ കാബയുടെ തൊട്ടു മുമ്പിൽ ആ പച്ച മണ്ണിൽ അവിടുത്തെ നെറ്റിത്തടം വെച്ചങ്ങ് സുജൂദ് ചെയ്യുകയാണ്. സുജൂദിങ്ങനെ നീണ്ടു. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അങ്ങ് ചെയ്തോ വയ്യാത്ത ഒരു പൊറുതികേടാണ്. അബൂജഹലിനൊക്കെ കളിയാക്കുന്നു, അത് പറയുന്നു. പക്ഷേ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നബിതങ്ങൾ അല്ലാഹുവിലേക്ക് ലയിച്ചു പോയി, സുജൂദിലാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മൾ കേട്ടിട്ടില്ലേ ഒട്ടകത്തിൻ്റെ കുടൽമാല, അതും ദിവസങ്ങളോളം കിടന്ന് സ്മെല്ലെടുത്തത്. അതിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ പരാജിതനായ മനുഷ്യൻ, അയാളെക്കുറിച്ച് അങ്ങനെയാണ് അയിമ്മത്ത് പറയുന്നത്. ആ മനുഷ്യൻ ആ കുടൽമാല എടുക്കുന്നു, നമ്മുടെ ഹബീബിൻ്റെ ദേഹത്തേക്ക് കൊണ്ടുപോയിടുന്നു. നബിതങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. നല്ല ഭാരമുണ്ട്, ശരീരം മുഴുവനും ദുർഗന്ധമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മീൻ വെട്ടുന്ന സമയം വലിയ മീൻ നമുക്ക് വെട്ടി മേടിച്ചുകൊണ്ടല്ലോ, വീട്ടിൽ ഭാര്യയ്ക്ക് ഇടങ്ങറുണ്ടാക്കണമെന്ന് വെച്ച് പീസാക്കി തരാൻ പറയുമ്പോൾ അതിൽ നിന്നെങ്ങാനും നമ്മുടെ മീൻ ഒരു ചോര ദേഹത്ത് തെറിച്ച് വീണാലുണ്ടല്ലോ, ഒരു വരും സ്വാഭാവികമാണ്. ഒരാളൊന്ന് തുപ്പി ഏതോ ഒരംശം കാറ്റിപ്പുറത്തി ദേഹത്തോട്ട് തട്ടിയാൽ നമ്മുടെ ദേഷ്യം എത്രയായിരിക്കും? ഈ ചീനാറുന്ന ഈ നജസ് മുഴുവനും ഹബീബായ നബിതങ്ങളുടെ ശരീരത്തേക്ക് അങ്ങിടുകയാണ്. നബിതങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 9-10 വയസ്സുള്ള ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഓടി വരികയാണ്. യാ ബി യാ ബി യാ ബി, ആരാണിത് ചെയ്തത് ഉപ്പാ എന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോൾ ഓടി വരികയാണ്. ഓരോ കുടൽമാലയും എടുത്തിട്ട് ആ ചെറിയ മകൾ, നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ, അങ്ങനെ എടുത്തെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ഉപ്പാൻ അതാ തൊട്ടടുത്ത് പോയൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരികയാണ്. വെള്ളം കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ ഇരുത്തിയിട്ട് തന്നെ തലവഴിയെ അങ്ങൊഴിക്കുകയാണ്. പിന്നെയും വെള്ളം കൊണ്ടുവരികയാണ്, പിന്നെയും ഒഴിക്കുകയാണ്. എത്ര വലിയ ത്യാഗമാണ് നബിതങ്ങൾ ചെയ്തത്. മലയാളത്തിൻ്റെ കവി വള്ളത്തോൾ ആ വരികളെ പറഞ്ഞത്: അമൂർത്ത പാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ട വെമ്പലോടെ താൻ കുളിപ്പിക്കാനായി മുതിർന്ന തണ്ണീർ കുടം കൊണ്ടകിലാണ്ട പുത്രി. ബീബായ നബിതങ്ങളുടെ അടുക്കലേക്ക് മകൾ വന്ന് കുളിപ്പിച്ചിറങ്ങും വള്ളത്തോളിനെ പോലും ആ വരികൾക്കിടയിലൂടെ കൊണ്ടുവന്നു. ഒരുപാട് കവിതകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കവിതകൾ വളരെ മനോഹരമായി പാടിപ്പറഞ്ഞു തന്ന ആളാണ് വള്ളത്തോൾ. ആവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിച്ചങ്ങ് വൃത്തിയാക്കി. അതാ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്: യാ റസൂലല്ലാഹ്, യാ അബീ, അല്ലയോ ഉപ്പാ, എന്നാണ് ഈ അക്രമങ്ങൾ അവസാനിക്കുന്നത്? എന്നാണ് ഈ അക്രമങ്ങൾ അവസാനിക്കുന്നത്? ഇതിനൊരവസാനമുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്: മോളെ, കിസ്റയും കൈസറും നമ്മുടെ കാൽ കീഴിൽ വരും, മക്കയും മദീനയും നമുക്ക് തണലായി മാറും, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ചില വലിയ മുഅ്ജിസത്തിൻ്റെ വർത്തമാനങ്ങൾ പ്രിയപ്പെട്ട പൊന്നുമോളോട് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ആ ഹബീബിന് മനസ്സ് കൊടുത്തിട്ടല്ലാതെ നമുക്ക് മരിച്ചുകൂടാ. മനസ്സും ആത്മാവും റസൂലുള്ളാഹിക്ക് കൊടുക്കാനാണ് അല്ലാഹു തന്നത്. എങ്കിലാണ് നമ്മുടെ ഉത്തരവാദിത്തം പൂർത്തിയാകുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടാകണം. സ്വലാത്തിന് ഇമ്പമുണ്ടാകണം. ഇങ്ങനെയുള്ള മജ്‌ലിസുകളിൽ പരിചയപ്പെടാൻ നമുക്കാവണം.
ഓൺലൈനിൽ അൽഹംദുലില്ലാഹ് സദസ്സുകളിൽ വളരെ കൃത്യമായി പങ്കെടുക്കുന്ന മുഹബ്ബീങ്ങളുണ്ട്. കാരണം പ്രവാസികൾക്ക് പങ്കെടുക്കാനും കഴിയില്ല, വീടുകളിൽ രോഗികളായി കിടക്കുന്നവർക്ക് എത്താനും കഴിയില്ല. അവർക്കെല്ലാം അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സുകളിലൂടെ പങ്കെടുക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ ഒരൊറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളെ വളരെ കൃത്യമായി പഠിക്കാനോ അറിയാനോ ഒരാൾക്കും സാധ്യമല്ല, കഴിയില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അലിയാർ തങ്ങളുടെ കാര്യം. അതേ ഉറയിലിട്ട വാള് പോലെ മാത്രമേ നബി തങ്ങളെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. അവിടുത്തെ ആ ഉറയിലെ ഉള്ളിലുള്ള അസ്റാറുകളുടെ ലോകം, അത്ഭുതത്തിൻ്റെ വെളിച്ചം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ പറഞ്ഞു. ഇമാം ബൂസൂരി തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അയൽ വറാ ഫഹ്മു മഅനാഹു ഫലൈസ യുറാ ഫിൽ ഖുർബി വൽ ബുഇദി. അത് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞത്? അയൽ വറാ, സൃഷ്ടികൾ അശക്തരാണ്, കഴിയൂല. ഫഹ്മു മഅനാഹു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുത പൊരുൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ സൃഷ്ടികൾക്ക് കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങളുടെ പവർ അറിയണം. റസൂലുള്ള നമ്മളെ പരിഗണിച്ചതിൻ്റെ പരിഗണന അറിയണം. നമ്മുടെ ഖൽബൊന്ന് വിശാലമാകണം. ഖൽബിലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് കടന്നു വരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സ്വർഗത്തെക്കാളും സ്വഹാബികൾ ഇഷ്ടപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നതാണ്. അർഹമുർ റഹീമായ റബ്ബേ, കരുണയുള്ള പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നിന്റെ പൊരുത്തത്തിലാക്കണമല്ലോ. അല്ലാഹുവേ, ഹബീബിനെ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയൊന്ന് കൺകുളിർക്ക കാണാൻ ഞങ്ങൾക്ക് ഈ സദസ്സ് സബബാക്കണേ റബ്ബേ. എത്ര ആളുകൾ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ളൊരു കുട്ടി എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ഒരാൾ അതാ ഞെട്ടി ഉണർന്നപ്പോൾ സുഗന്ധം. തിരുവനന്തപുരത്തുള്ള ഒരു മുഹിബ് എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരു സാമ്പത്തികമുള്ള ആളെന്നൊരു സാധുവായ സഹോദരൻ, പക്ഷേ ഹബീബിനോട് വല്ലാത്ത മഹബത്താണ്. എനിക്ക് അദ്ദേഹത്തിന് വളരെ നാളുകൊണ്ട് അറിയുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് പറയുമ്പോൾ കണ്ണു നിറയും. സ്വലാത്തു ചൊല്ലാനുള്ള രുചിയും ടേസ്റ്റും നമുക്കറിയാൻ പറ്റും. അത്ര വലിയ മഹബത്ത്. ഒരു സാധുവായ റബ്ബർ വെട്ടുകാരനാണ്. 2-3 മണിയാകുമ്പോൾ അയാൾ പോകും. കയ്യിലൊരു ചെറിയ മുസല്ല ഉണ്ടാവും. റബ്ബർ വെട്ടി സുബഹയുടെ സമയമാകുമ്പോൾ എവിടെയാണോ ഉള്ളത് ആ സമയം അങ്ങ് നിസ്കരിക്കും. ബാക്കിയുള്ള സമയത്ത് സ്വലാത്ത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ പറയാനുണ്ടാവട്ടെ, മറ്റൊരു സമയത്താകാം. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹിനെ സ്നേഹിച്ചപ്പോൾ അദ്ദേഹം കാണുന്നത് ഹബീബായ നബി തങ്ങൾ മാത്രമല്ല, ഹബീബായ നബി തങ്ങളും പരിവാരങ്ങളും കൂടി അദ്ദേഹത്തിനെ കാണാൻ വരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ കാണുക, അവരുടെ സ്വപ്നത്തിൽ വരിക, അതിൻ്റെ പാരമ്യതയിലെത്തിയാൽ നേരിട്ട് വരിക, പറഞ്ഞാൽ സലാം അടക്കുക. ഈ ഒരു ഇൻട്രാക്ഷനാണ് മഹബത്തിൻ്റെ ലോകത്തിൽ നടക്കുന്നത്. അള്ളാഹു നമുക്കും തൗഫീഖ് തരട്ടെ. മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, വലിയ പണ്ഡിത തറവാട്ടിലുള്ള ആളല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുട്ടി പറഞ്ഞത് ഒരു 24-25 വയസ്സ് വരും. അദ്ദേഹം പറഞ്ഞത്, ഹബീബായ നബി തങ്ങളെ കണ്ടതിന് കയ്യും കണക്കൊന്നുമില്ല, ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നു. അപ്പോൾ എനിക്ക് അത്ഭുതമായി. ഞാൻ ചോദിച്ചു, മോനെ എന്താണ് കാണാനുള്ള കാരണം? കാരണം ചെറുപ്പം മുതൽ റസൂലുള്ളാഹിനെ കാണുക. എത്ര വട്ടം കണ്ടു ഉസ്താദെ? എണ്ണമൊന്നും അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് കാണും. എന്താണ് ചോദ്യത്തിൻ്റെ കാരണമെന്നറിയുമോ? ഞാനൊരു സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തും മറ്റുമൊക്കെ ആ പ്രമേയത്തിൽ വന്നു. ഞാൻ പ്രസംഗം കഴിഞ്ഞ് വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വരുന്നു, ഉസ്താദേ ദുആ ഇറക്കണം. എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല. ഇതാണ് പറഞ്ഞത്, കുറച്ച് ദിവസമായിട്ട് നബി തങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്താ? കണ്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നല്ലേ, പലവട്ടം കണ്ടു എന്നല്ലേ. അപ്പോൾ എനിക്ക്
വലിയ അത്ഭുതമായി. ഞാൻ പിന്നെ വാഹനത്തിലേക്ക് കയറിയതാണ്, തിരിച്ചിറങ്ങി അവനെ വിളിച്ച് കുറച്ച് ദൂരത്ത് ഇങ്ങനെ നിർത്തിയിട്ട് സംസാരിക്കാൻ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള പ്രമേയമല്ലേ. അവൻ പറയുന്നു കണ്ട രംഗങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആദ്യമായിട്ട് കണ്ട രംഗം നിനക്ക് ഓർമ്മയുണ്ടോ? ഉസ്താദേ, ഞാനൊരു കടപ്പുറത്ത് നിൽക്കുന്നതാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഞാൻ കണ്ടത്. കടപ്പുറത്ത് നിൽക്കുകയാണ്. കടപ്പുറത്ത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്. ചുവപ്പിങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് അവിടെ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന പ്രകാശമാണത്. ആദ്യമായിട്ട് കാണുന്ന രൂപം. മറ്റൊരു സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. ഹബീബായ നബി തങ്ങൾ എന്നെക്കുറിച്ച് അവരോട് പറയുകയാണ്. വേറൊരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലൊരു പാത്രമുണ്ട്. മാമ്പഴം പോലെയുള്ളൊരു ഫ്രൂട്ട് നബി തങ്ങൾ എനിക്ക് തന്നു. വല്ലാത്ത ടേസ്റ്റ്. ഞാനത് കഴിച്ചു. ഞാനിങ്ങനെ അത്ഭുതത്തോടെ കേട്ടു. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും, വരക്കാൻ പറയും. ഇത്ര ഭാഗ്യമുള്ള പൊന്നുമോനാണ്. സയ്യിദ് തറവാട്ടിൽപ്പെട്ടവരല്ല, പണ്ഡിത തറവാട്ടിൽപ്പെട്ടവരല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് അതിൻ്റെ ഒറ്റ കാരണം? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ ഓൺലൈനിലൂടെ, ഈ സദസ്സിലൂടെ, ഈ മഹബത്തിൻ്റെ സദസ്സിലൂടെ, ഓൺലൈനിലൂടെ ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അവൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ ഓർമ്മ വച്ച കാലം മുതൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കും ഉസ്താദേ, ധാരാളം സ്വലാത്ത് ചൊല്ലിക്കും. എന്ന് മാത്രമല്ല, എവിടെ ഖസീദത്തുൽ ബുറുദയുടെ സദസ്സുണ്ടോ അവിടെ ഞാനങ്ങ് പോയിരിക്കും. എത്ര തിരക്കാണെങ്കിലും എവിടെ ബുറുദ കേട്ടാലും ഞാൻ അവിടെ പോയിരുന്ന മൗലായ ചെല്ലും. ഉണ്ടോ? എന്നിട്ട് പറഞ്ഞു, ഒരിക്കൽ ഞാനിങ്ങനെ വേറെ സ്വപ്നം കണ്ടു. ഞാനിങ്ങനെ ബുറുദ ചെല്ലുന്ന സമയം, ഖസീദത്തിൽ ബുറുദ ചെല്ലുമ്പോൾ ഞാൻ വലിയൊരു പണ്ഡിതനെ സ്വപ്നം കണ്ടു. വലിയ സംഘടനാ പ്രവർത്തനമൊന്നുമല്ല, SSFിൻ്റെ മെമ്പർഷിപ്പൊന്നും SYSനൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഘടനാ പ്രവർത്തനമൊന്നും അല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ആ പൊന്നുമോൻ പറയാണ്, ഞാനിങ്ങനെ ബുറുദ ചെല്ലുന്നുണ്ട്, എനിക്കിടയ്ക്കിങ്ങനെ തെറ്റുന്നുണ്ട്. അപ്പോൾ ഒരു പണ്ഡിതൻ ഇങ്ങോട്ട് കടന്നു വരുന്നു. ഞാൻ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ AP ഉസ്താദ് അവറുകളാണ്. എനിക്ക് തെറ്റുകളൊക്കെ പറഞ്ഞു തരുന്നു. അത് കണ്ടത് മുതലാണ് ഞാൻ ഉസ്താദിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് സംഘടനാ ബന്ധോ ഉസ്താദിനോട് മഹബത്തുണ്ട് അങ്ങനെ പറയാം. അതിനുശേഷമാണ് ഞാൻ ഉസ്താദിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ഉസ്താദിനെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. പിന്നെ ഉസ്താദിനെ എവിടെ കണ്ടാലും ഞാനൊന്ന് നോക്കും. ഉസ്താദിൻ്റെ സംസാരം ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കും. എവിടെ പ്രസംഗത്തിന് വന്നാലും എത്ര തിരക്കാണെങ്കിലും ഞാൻ അവിടെ മാറിയെന്ന് കാണും. കാരണം ഞാനിതാരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പണ്ഡിതൻ്റെ സ്വഭാവം കൊണ്ട് എൻ്റെ നാട്ടിലുള്ളൊരു കുട്ടി, ഒരു SSFിൻ്റെ പ്രവർത്തകൻ, അത്രയും ഇഖ്ലാസുള്ള ഒരു പ്രവർത്തകനെ ഞാൻ വേറെ എൻ്റെ ഹയാത്തിൽ കണ്ടിട്ടില്ല. പരിസരത്ത് മാത്രമല്ല, അത്ര ഇഖ്ലാസുള്ളൊരു കുട്ടി. അൽഹംദുലില്ലാഹ്, അവൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ കാരണം ഉസ്താദിൻ്റെ മുഖത്തുള്ള വെളിച്ചവും, AP ഉസ്താദിൻ്റെ മുഖത്തുള്ള വെളിച്ചവും. ഉസ്താദിനെ പലരും കുറ്റം പറയുന്നു. അവൻ പറയുന്നു, എന്നെ ആകർഷിച്ചത് ഉസ്താദ് സഭ്യമല്ലാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല. ശത്രുവിനോട് പോലും ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന ആ പണ്ഡിതൻ. അങ്ങനൊരു പണ്ഡിതൻ ഞാൻ പലരെയും നോക്കി. ഇത്ര സൗമ്യതയുള്ള, ഇത്ര പ്രകാശമുള്ള ഞാനങ്ങനെ ആ പണ്ഡിതനിലേക്ക് അടുക്കാൻ തുടങ്ങി. ഇപ്പം അൽഹംദുലില്ലാഹ്, ഇന്നും രാവിലെ സിറാജ് കൊണ്ടിട്ടത് ആ പയ്യൻ വീട്ടിൽ നല്ല വിദ്യാഭ്യാസമുള്ളവനാണ്. പക്ഷേ സിറാജിനുള്ള മഹബത്ത്, പ്രസ്ഥാനത്തിനുള്ള മഹബത്ത്, MSCയോ എന്തോ നല്ല കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ ആളാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് നമ്മുടെ ഉലമാക്കളുടെ പവർ ചെറുതല്ല. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹു തആല എല്ലാ ഉലമാക്കൾക്കും, ഉലമാക്കൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളൊക്കെ ഉലമാക്കൾ തന്നെയാണ്. നമുക്കങ്ങനെ വേർതിരൊന്നുമല്ല. AP ഉസ്താദിന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാവില കടപ്പുറത്ത് കാസർഗോഡ് ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ മുഖ്യ പ്രഭാഷണം ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത് വേറെ നിന്നിട്ട് ഉസ്താദ് വേഗം പോവും. അൽഹംദുലില്ലാഹ് അടുത്തിരിക്കാൻ ഭാഗ്യം കിട്ടി. മോനെ, നമുക്കാരോടും വിരോധം വേണ്ട. എന്നോട് പറയാൻ അവിടെ പരിസരത്തൊക്കെ ചെറിയ സംഘടനാ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ട്. ഉസ്താദ് പറയുന്നു, മോനെ നമുക്കാരോടും വിരോധം വേണ്ട, നമ്മൾ നല്ല വേദ പറയണം.
എല്ലാ ഉലമാക്കൾക്കും ദുആ ഇറക്കണം. കണ്ടോ, ഇതാണ് നമ്മുടെ നേതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എത്ര മനോഹരമാണ്. ഞാൻ അതിനുശേഷം പരമാവധി സദസ്സുകളിൽ എല്ലാ അലിമുകളെയും ചേർത്ത് ദുആ ഇറക്കും. എനിക്ക് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ മുമ്പിലിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് മഹാനായ KK ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹതി വൽ ആഫിയ. അതുകൊണ്ട് അവരുടെ പേരിൽ ഫാത്തിഹ ഓതണം. ബഹുമാനപ്പെട്ട EK ഹസൻ ഉസ്താദ് അൽ കാത്തിബി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരെ പുതിയാപ്പിളയും കൂടാണ്, മരുമകനാണ്. അല്ലാഹു തആല അവരുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അപ്പം അതുകൊണ്ട് എല്ലാ ഉലമാക്കളും ഏത് ആലിമീങ്ങളായിരുന്നാലും ഏത് സയ്യിദന്മാരായിരുന്നാലും നമ്മുടെ നാവ് കൊണ്ട് ഒന്നും കുറ്റം പറഞ്ഞുകൂടാ. നമുക്ക് രാഷ്ട്രീയക്കാരപ്പുറം ഇപ്പുറം നിന്ന് ചെളിവാരി എറിയുന്നത് പോലെ എറിഞ്ഞുകൂടാ. നമുക്ക് റസൂലുള്ളാനെ കാണേണ്ട കണ്ണാണ്. റസൂലുള്ളാനോട് സലാം പറയുമ്പോൾ തിരിച്ചൊന്ന് കേൾക്കണം എന്നാഗ്രഹിക്കേണ്ട കാതാണ്, പറയേണ്ട നാവാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പരസ്യ ജീവിതവും സ്വകാര്യ ജീവിതവും ഒന്ന് നന്നാക്കണം. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കട്ടെ. അള്ളാഹു എല്ലാ ഉലമാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ള ആളുകൾ അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ശംസുൽ ഉലമയുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട പാണക്കാട് പൂമുത്ത് ശിഹാബ് തങ്ങൾ വലിയ സുന്നത്ത് ജമാഅത്തിന് വലിയ തണലായി വർത്തിച്ച മഹാനായിരുന്നു. ഖബറിലാണ്. അള്ളാഹു അവരുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്ത് ഉപ്പാപ്പാൻ്റെ ഒരു ബറക്കത്ത് ഞാനിങ്ങനെ തഫ്താസാനി ഇമാമിനെ നാവിൽ തുപ്പിക്കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ഇതും കൂടെ ഞാനിങ്ങനെ പറയലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിക്കൊടുത്തില്ലേ, ഒരു പണ്ട് എൻ്റെ പറഞ്ഞില്ലേ നേരത്തെ. അപ്പോൾ അവിടുത്തെ പിന്മുറക്കാരായിട്ടുള്ള അവിടുത്തെ കൊച്ചുമക്കളാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് പോലെ ഞങ്ങൾ നമ്മൾക്ക് ഉദ്ഘാടനം ചെയ്തെന്ന സയ്യിദ് അവറുകളെ പോലെ സയ്യിദന്മാരൊക്കെ അതേ ബർക്കത്തുകളുള്ളവരാണ്. അവരെ സ്നേഹിച്ചാൽ ഹബീബിനെ സ്നേഹിച്ചതില്ലാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പൻ്റെ ഒരു ശിഷ്യൻ കർണാടക ഭാഗത്ത് മംഗലാപുരം ഭാഗത്ത് ഉപ്പിനങ്ങാടി എന്ന് പറയുന്ന സ്ഥലം ഞാൻ നേരിട്ട് പലപ്പോഴും അവിടെ പ്രഭാഷണത്തിന് പോയിട്ടുണ്ട്. രണ്ട് ദിവസത്തോടെ വയലിന് പോയപ്പോൾ അബ്ദുൽ ഖാദർ മദനി എന്ന് പറയുന്നൊരു ഉസ്താദുണ്ട്. അവിടെ മദനിയാണ് ഉള്ള ആൾ, ഞങ്ങളുടെ ശിഷ്യനാണ്. അവരെ വീട്ടിലായിരുന്നു ഭക്ഷണവും താമസവും ഒക്കെ. ഒരു സാധുവായ മനുഷ്യൻ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ പ്രിയപ്പെട്ട പണ്ഡിതൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഉള്ളാളത്തുപ്പാപ്പൻ്റെ കറാമത്ത് കൊണ്ടാണ് അള്ളാഹു എന്നെ സലാമത്താക്കിയത്. എന്താണ് നമ്മുടെ ആലിമീങ്ങളുടെ പവർ എന്നറിയാൻ പറയാണ്, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ബറക്കത്തെന്നറിയാൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഞാൻ പഠിക്കുന്ന സമയത്ത് താജുൽ ഉലമ ഉപ്പാപ്പാൻ്റെ മുമ്പിലിരിക്കുന്ന സമയത്ത് എനിക്ക് നാവിൽ കൊത്തയുണ്ട്, സംസാരിക്കുമ്പോൾ വിക്കുണ്ട്, തിരിയൂല. അപ്പോൾ അങ്ങനെ ഒരു തവണ ചോദിച്ചു, എന്താണ് ഞാൻ സംസാരിക്കാൻ തിരിയാത്തത് എന്ന് ചോദിച്ചു. എൻ്റെ നാവിൽ ബുദ്ധിമുട്ടാണ് ഉസ്താദേ എന്ന് പറഞ്ഞു. തങ്ങളെന്ന് വായ തുറക്കാൻ പറഞ്ഞു. അവിടുന്ന് ഒറ്റ തുപ്പാണ്. അവിടുത്തെ ഉമിനീര് തെറിപ്പിച്ചു കൊടുത്തു, ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. ആ സമയം ആ നാവിൻ്റെ കെട്ടുമാറി. ഇത് അദ്ദേഹം എന്നോട് പറയാൻ, സനദി ചോദിക്കണ്ട, സിൽസിലത്തു ദഹബാണ്. ഉപ്പനങ്ങാടിയിലുള്ള കർണാടകയിലുള്ള മംഗലാപുരത്തിനടുത്ത് ഉള്ള ആളാണ്. എന്നിട്ട് അദ്ദേഹം പഠനമെല്ലാം കഴിഞ്ഞ് എന്നോട് പറയുന്നു, ഉസ്താദേ, എനിക്ക് ജോലി അങ്ങും ശരിയായിട്ടില്ല. ഞാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുടെ അടുത്ത് പോയി പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ജോലി ശരിയായിട്ടില്ല. അപ്പം തങ്ങൾ പറഞ്ഞു, കാട്ടിൽ പോടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഹാല് മാറി പറഞ്ഞാവും, പിന്നെ വരാം. 2-3 ദിവസം കഴിഞ്ഞു, ചെന്നു, ഉസ്താദേ, എനിക്ക് ജോലി ശരിയായിട്ടില്ല. കാട്ടിൽ പോടാ. എപ്പോൾ വന്നാലും എപ്പോൾ ചോദിച്ചാലും കാട്ടിൽ പോടാ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുന്നു, ഉസ്താദേ, ഞാനിപ്പോൾ ജോലി നോക്കുന്നത് വർഷങ്ങളായി ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ്. കർണാടക സ്റ്റേറ്റിൽ. എന്താണ് അവിടെ പരിപാടി? അവിടെ കുറേ ഉള്ളിലൊരു മക്ബറയുണ്ട്. അതിൻ്റെ പരിചരണ പ്രവർത്തനം കൊണ്ടാണ് അവിടെ തുടങ്ങിയത്. ഇപ്പോൾ കാടൊക്കെ കുറേ വെട്ടിത്തെളിച്ചു പോയി. ഇപ്പോൾ അവിടെ ചെറിയൊരു പള്ളി തൊട്ടടുത്തുണ്ട്, കുറച്ചു ദൂരത്തിനപ്പുറത്തുണ്ട്. അവിടെ ഇപ്പോൾ ഒരു സ്ഥാപനമായിട്ടുണ്ട്. മാസത്തിൽ ഏതാണ്ട് 5000-ൽ പുറത്ത് ആളുകൾ അവിടെ സ്വലാത്തിന് വരാറുണ്ട്. കാടൊക്കെ കുറേ തെളിഞ്ഞു വന്നു പോയി.
2 തവണ അവിടുത്തെ ഉറൂസിന് ഈ വിനീതൻ ഈ മുത്തല്ലിമു അവിടെ അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലവും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ആലിമീങ്ങൾ അവർ നിസ്സാരക്കാരല്ല, വലിയ തൗഫീഖ് ലഭിച്ചവരാണ്. അല്ലാഹു മരണം വരെ ഈ പ്രസ്ഥാനത്തിൽ നിലകൊള്ളാൻ എല്ലാ ഉലമാക്കളെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും നല്ല മാതൃകാപരമായ രാജ്യത്തിന് സമാധാനകാംക്ഷികളായ ആളുകളായി ജീവിക്കാനും രാജ്യത്തിൻ്റെ നിയമങ്ങളെ പാലിക്കാനും നിശബ്ദമാകേണ്ടടുത്ത് നിശബ്ദമാകാനും ശബ്ദമുയർത്തേണ്ടടുത്ത് ശബ്ദമുയർത്താനും നല്ല റാഹത്തിൽ ജീവിച്ച് ഹബീബായ നബി തങ്ങളെ മതിവരുവോളം കണ്ട് കനവിലും നിലവിലും കണ്ട് നല്ല റാഹത്തായി കലിമ പറഞ്ഞ് പരദാഹമില്ലാതെ പടച്ചിലില്ലാതെ യാ റബ്ബ് യാ അല്ലാഹ് ചോദിക്കുന്നതിന് തടസ്സമില്ലല്ലോ. പരിശുദ്ധമായ മദീനത്ത് ഒന്ന് മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ.